രാജീവ് ദേവരാജും ഡി പ്രമേഷ് കുമാറും തുടരുന്നുണ്ട്. പ്രമേഷ്, ഇപ്പോൾ രാജീവ് തുടർന്നു വന്ന മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാത്തം വേണമെങ്കിൽ പറയാം. കാരണം മാധ്യമങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ചില സമയങ്ങളിൽ കൃത്യമായി അദ്ദേഹം ഇട്ട് നൽകാറുണ്ട്. അത് വലിയ വലിയ വിവാദ കൊടുങ്കാറ്റുകളാവാറുമുണ്ട്. പക്ഷേ പിന്നീട് ഇത്തരം വിവാദ വിഷയങ്ങളോടൊക്കെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ മാധ്യമപ്രവർത്തന നിലയിൽ അന്ന് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ചൊന്നും അന്നത്തെ കാലം നമുക്കറിയാമല്ലോ, അങ്ങനെ അതിനെക്കുറിച്ച് അത്ര ജാഗ്രതയോടെ നിൽക്കുന്ന ആളുകളുമല്ല, സമൂഹമല്ല. ഇപ്പോഴാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്ഷൻസ് ഇതൊക്കെ ഇത്ര കാര്യമായി മനുഷ്യൻ്റെ ഒരു മനസ്സ് ആ നിലയിൽ മാറി തുടങ്ങിയത്. അപ്പോൾ അന്ന് അത്തരം വിവാദങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിനെ എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്? അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ ഒരുപക്ഷെ എതിരാളികൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കൊക്കെ ആയുധമായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇപ്പോൾ ചില തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ മറ്റ് ചില വനിതാ നേതാക്കൾക്കെതിരെയൊക്കെ വി എസിൻ്റെ ചില പരാമർശങ്ങളെ സംബന്ധിച്ചിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും പലരും അന്ന് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത്, നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ, അതൊക്കെ ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ വി എസ് നൽകിയ മറ്റു വലിയ സംഭാവനകൾ ഓർത്താണ്. ഇപ്പോൾ ഏതാണ്ട് 75 വയസ്സോടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന് അപ്പോഴായിരിക്കും ഒരു അവസരം കിട്ടിയത്. അതുവരെ അദ്ദേഹം ഒരു പാർട്ടി നേതാവ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ നേതാവ് മാത്രമായിരുന്നു. കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ജനകീയനായ ഒരു നേതാവായി കമ്മ്യൂണിസ്റ്റിലേക്കുള്ള ഒരു പരിണാമം സംഭവിച്ചത് അദ്ദേഹത്തിന് ഏതാണ്ട് 75 വയസ്സ് കഴിയുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ ആണെങ്കിൽ 75 വയസ്സ് എന്ന് പറയുന്നത് പാർലമെൻ്ററി രംഗത്തു നിന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഒഴിയാനുള്ള പ്രായമായി കണക്കാക്കിയിരിക്കുന്ന പ്രായത്തിലാണ്. ആ പ്രായത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതൊക്കെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന വിഷയങ്ങളിൽ വളരെ ആഴത്തിൽ പഠിക്കുകയും ആ വിഷയം മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ സന്ദർശനം നടത്താൻ കഴിയുമെങ്കിൽ സന്ദർശിക്കുകയും ചെയ്ത് ആ പ്രായത്തിലാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളുടെ അതിനോടുള്ള താല്പര്യം നമുക്ക് നോക്കാം. ഒരു സ്വാഭാവികമായിട്ടും കുട്ടനാട്ടിലൊക്കെ പ്രവർത്തിച്ച ഒരു ആൾ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മണ്ണിനും അതുപോലെ തന്നെ നദികളുടെയും പുഴകളുടെയും ഒക്കെ പ്രാധാന്യമൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വ്യക്തമായി ധാരണയുണ്ടാകും. അതുകൊണ്ടാണ് പരിസ്ഥിതി അല്ലെങ്കിൽ പൊടുന്നനെ ഉണ്ടായ ഒരു പരിസ്ഥിതി പ്രേമമല്ല വി എസിൻ്റേത്. അതിപ്പോൾ പൂയംകുട്ടി ചോല, അതുപോലെ മതികെട്ടാൻ ചോല, പൂയംകുട്ടി വനം, അതുപോലെ തന്നെ കുറിഞ്ചി സാങ്ച്വറി, അട്ടപ്പാടി, മൂന്നാറിലെ കയ്യേറ്റം, മുല്ലപ്പെരിയാർ വിഷയം, ആറന്മുള വിമാനത്താവളത്തിൻ്റെ വിഷയം, എൻഡോസൾഫാൻ ദുരന്തത്തിൻ്റെ ഇരകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, കരിമണൽ ഖനനം, മറയൂരിലെ ചന്ദനക്കൊള്ള, ഇങ്ങനത്തെ ധാരാളം വിഷയങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്തരത്തിലോളം വിഷയങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. മേക്കരയിലെ ഒരു തമിഴ്നാട്ടിൻ്റെ അണക്കെട്ട് ഉണ്ടായിരുന്നു. ആ അണക്കെട്ട് നമ്മുടെ വെള്ളം ചോർത്താനാണ് അവരത് പണിയുന്നത് എന്നൊക്കെ ചില ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ആ മേക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് അത്. ഞാൻ അദ്ദേഹത്തെ ആ യാത്രയിൽ അനുഗമിച്ച ഒരാളാണ്. മതികെട്ടാൽ പോയതുപോലെ തന്നെ ഈ മേക്കരയിലും വി എസിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രമകരമായ സ്ഥലങ്ങളാണ് യാത്ര ചെയ്യാൻ വേണ്ടി ഈ പ്രായത്തിൽ. ഇപ്പോൾ പൂയംകുട്ടിയിലും മതികെട്ടാലിലൊക്കെ തന്നെ വളരെ കയറ്റിറക്കങ്ങളും കുത്തനെയുള്ള ഇറക്കവും കയറ്റമൊക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിക്കുകയും ആ വാർത്തകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം വന അതിർത്തിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ കാലിൽ ഇങ്ങനെ അട്ട കടിക്കുകയും അത് മറ്റ് പ്രവർത്തകരൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഫോട്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ പോകുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശബരിമലയിലെ ഒരുക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പോയി. എത്രാമത്തെ വയസ്സിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം, ഞാനത് ഡോക്ടർ ഭരത് ചന്ദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഭരത് ചന്ദ്രനെ അദ്ദേഹം സമീപിച്ചു, യാത്ര പോവുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഹൃദയാരോഗ്യം അതിന് അനുവദിക്കുമോ എന്ന് പരിശോധിച്ചെന്ന് പറയുന്നു. അപ്പോൾ ഭരത്ചന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ല, ആ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ രക്തക്കുഴലുകൾ വളരെ ശുദ്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശം പോലെ തന്നെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്തക്കുഴലുകളും വളരെ ശുദ്ധമായിരുന്നു. അതും ഈ പ്രായത്തിൽ, മുഖ്യമന്ത്രിയായി വന്ന പ്രായം നമുക്കറിയാം. അപ്പം അങ്ങനെ ശ്രമകരമായ യാത്രകൾ നടത്തി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി 83-ാം 83-ാം വയസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോഴും അത്ര ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോയ
വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ആ ഊർജ്ജസ്വലതയാണ് ഈ 102 വയസ്സ് വരെ അദ്ദേഹത്തെ ഇവിടെ നിലനിർത്തുകയും ചെയ്തത്. നമുക്ക്